എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ലങ്കാവി സ്കൈ ക്യാബിലോട്ടാണ്. കഴിഞ്ഞിട്ടതുപോലെ ഞാൻ പറ്റിക്കുകയല്ല. ഈ വട്ടം ഞാൻ നേരത്തെ വിളിച്ച് ചോദിച്ച് വെതറൊക്കെ കൺഫേം ചെയ്ത് അവർ ഓപ്പൺ ആണെന്ന് ഉറപ്പാക്കിയിട്ടായി പോകുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് സ്കൈ ക്യാബിലും അടിപൊളി കാഴ്ചകൾ കാണാം. നമുക്കങ്ങനെ ഇവിടുത്തെ ടിക്കറ്റ് കിട്ടി. നമ്മൾ സ്കൈ ക്യാബിന് ടിക്കറ്റ് എടുത്ത് താണ്ടി അകത്തോട്ട് കയറാൻ പോവാം. നമ്മളങ്ങനെ താണ്ട് കൊണ്ടോളക്കകത്ത് കയറി. ഞാനും താണ്ട് അവരും മാത്രമേ ഉള്ളൂ. ഞാനും ഒരു മാത്രമേ ഉള്ളൂ. അമ്മയച്ഛനും വന്നില്ല. അമ്മയച്ഛനാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇതിനകത്ത് കയറാൻ പേടിയാന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേരും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും പോയിട്ടില്ല. ഇവിടുത്തെ സ്കൈ ക്യാബിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇത് വേൾഡ്സ് സ്റ്റീപ്പസ്റ്റ് സ്കൈ ക്യാബ് ആണ്. വേൾഡ് സ്റ്റീപ്പസ്റ്റ് സ്കൈ ക്യാബ് എന്ന് പറയുന്നത് ഇവിടെ ലങ്കാവിയിലുള്ളത്. നമ്മുടെ പുറകെ ഇതേണ്ട മേളിലോട്ട് കയറി പോകുന്നത് കാണാം. ഒത്തിരി മേളിലൊരെണ്ണം പോകുന്നുണ്ട്. പിന്നെ അവിടുന്ന് താഴോട്ട് ഇറങ്ങി വരുന്നേം കാണാം. മേളിലോട്ട് തോന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കോടമഞ്ഞ, നിറച്ച് കോടമഞ്ഞ. ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് മേളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും. അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ? അതാണ് നമ്മൾ 2 ദിവസം മുമ്പ് പോയ 7 വെൽസ് വാട്ടർഫോൾ. ഇവിടെ ഒന്ന് നോക്കി, അതിന്റെ വ്യൂ അടിപൊളിയാണ്. ഇപ്പം കോടമഞ്ഞ് കയറി മൂടുന്നുണ്ടത്. എന്റെ ബാക്കിലോട്ട് നോക്കി, ചുറ്റും ഒന്നും കാണാൻ പറ്റുന്നില്ല. വെള്ളം എന്താണ്ടൊക്കെ ഇതാകുന്നുണ്ട്. അയ്യോ, താഴെ നോക്കേ, താഴെ കണ്ടോ? മൊത്തം കാട് പോലെ പൊളി, ഒരു രക്ഷയില്ല. ലിറ്റ് വ്യൂ. ദാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇതോ കാണാൻ പറ്റുന്നുണ്ടോ? ദാ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതും ഒരു രക്ഷയില്ല, പൊളി വെള്ളച്ചാട്ടം. ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റിൽ എത്താറായെന്ന് തോന്നുന്നു. ദാ ഇവിടെ ചുറ്റും നോക്കി, ഒന്നും കാണാൻ വയ്യ. ഫുള്ള് കോട കയറി മൂടിയിരിക്കുക. നമ്മൾ 2 ദിവസമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു റൈഡിന് വേണ്ടിയിട്ട്. 2 ദിവസം വന്നിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഇവിടെ മേളിൽ നല്ല കാറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ തന്നെ ഇവിടെ ഇറക്കി വിട്ട് ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് അടുത്ത ഇതിന് കേബിളിൽ കയറിയിട്ട് അങ്ങോട്ട് പോകണം, സ്കൈ ബ്രിഡ്ജിലോട്ട് പോകണം. എല്ലാം കാണാൻ പറ്റുന്നോ? കാണുന്നുണ്ടോടാ? ഇവിടെ ബാക്കിൽ നോക്ക്, നല്ല ലിറ്റ് വ്യൂ ആണ്. നോക്കേ, ഒരു രക്ഷയില്ല. ബാക്കിൽ ഫുള്ള് കോട കയറിയിരിക്കുക. ഒന്നും കാണാൻ വയ്യ. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമുണ്ട്. നോക്കേ, എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇപ്പം മിഡിൽ സ്റ്റേഷനിൽ ഇറങ്ങിയിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകണം. നമ്മളപ്പം അടുത്തതിനകത്ത് കയറി, അടുത്ത കൊണ്ടോളക്കകത്ത് കയറി. ഇനിയിപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോവാ. ടോപ്പ് സ്റ്റേഷനിലോട്ട് കുറച്ചേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് ഇങ്ങെത്തി. ഒരു 2 മിനിറ്റിന്റെ കാര്യമുള്ളൂ ടോപ്പ് സ്റ്റേഷനിലോട്ടുള്ള ഗോണ്ടോള. നമ്മളിതേ ഇപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതായിരുന്നു മിഡിൽ സ്റ്റേഷൻ.
നമ്മളിപ്പം ടോപ്പ് സ്റ്റേഷനിൽ ഒരു വ്യൂ പോയിന്റിലോട്ട് വന്നേക്കുക. ഇവിടെ നിന്നുള്ള കാഴ്ച ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലങ്കാവി സ്കൈ ബ്രിഡ്ജ്. നമ്മളപ്പോൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഇങ്ങോട്ട് വരുമ്പം ഇത് ഇവിടെ കണ്ടോ, ഇതെന്ത് സംഭവം എന്നറിയാമോ? ലവ് ലോക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പേര് എഴുതിയിട്ട് ഇതാ ഇതേപോലെ ലോക്ക് ചെയ്തിട്ടിട്ട് പോകുന്നുണ്ട്. കണ്ട, നമ്മളിവിടുത്തെ വ്യൂ പോയിന്റിൽ വന്നിട്ടാണ് ഈ സ്കൈ ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നേച്ചർ വാക്കും പോകാം, അല്ലെങ്കിൽ സ്കൈ ഗ്ലൈഡും പോകാം. നേച്ചർ വാക്ക് പോകാൻ 5 റിങ്കറ്റും സ്കൈ ഗ്ലൈഡിന് 15 റിങ്കറ്റുമാണ് റേറ്റ്. നമ്മളെന്തായാലും നേച്ചർ വാക്ക് പോവാം. ഗൈസ്, ദേ ഇതാണ് നേച്ചർ വാക്ക്. നമ്മളപ്പം നമ്മുടെ നേച്ചർ വാക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട്. ഇവിടെ കണ്ട സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം മഴ തന്നെ ഞങ്ങൾക്ക് ഫുള്ള്. ഇത് 5 മിനിറ്റൊക്കെ പറഞ്ഞു നേച്ചർ വാക്ക്, പക്ഷേ 5 മിനിറ്റ് ഒന്നും എടുക്കത്തില്ല, പെട്ടെന്ന് ഇങ്ങെത്തി. തിരിച്ചു പോകുമ്പോൾ കുറച്ച് സ്റ്റെപ്പ് കയറണമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് ഇങ്ങെത്തും. നമ്മളങ്ങനെ സ്കൈ ബ്രിഡ്ജിലെത്തി. അതാണ്ട് ഇതാണ് സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അയ്യോ, അങ്ങോട്ടൊക്കെ നോക്കി. ഇവിടെ ഈ സ്കൈ ബ്രിഡ്ജിന്റെ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇവരിതാ. താഴോട്ട് കണ്ടില്ലേ, പൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ സ്കൈ ബ്രിഡ്ജിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പം അതാ ഇവിടെ എത്തുമ്പോഴത്തേക്കും കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ എൻഡ് പോയിന്റ്. നമ്മുടെ ഇവിടുത്തെ ഈ സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താ, ഈ മലയും അവിടുത്തെ ആ മലയും കൂടെ ചേർന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇവിടെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ എന്താണ്ട് ഇവിടെ വെള്ളമൊക്കെ ഒഴുകുന്ന കാണാൻ പറ്റുന്നുണ്ട്. എവിടെയൊക്കെ നോക്കുന്ന സൗണ്ടും എല്ലാം ഉണ്ട് നല്ല. Till I get up, time is barely on our side. നമ്മളപ്പം സ്കൈ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി സ്കൈ ഗ്ലൈഡിൽ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ സ്കൈ ഗ്ലൈഡിൽ നിന്ന് നല്ല തിരക്ക്, ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞേ. നമുക്ക് തിരിച്ചതുകൊണ്ട് നേച്ചർ വാക്ക് തന്നെ എടുക്കാം. വലിയ പാടൊന്നും ഇല്ലല്ലോ, കുറച്ചങ്ങോട്ട് സ്റ്റെപ്പ് കയറാനുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് തിരിച്ച് നേച്ചർ വാക്കിൽ തന്നെ പോകാം. Till my shadow turns to sun rays, and on we'll go, through the wastelands, through the highways, and on we'll go. നമ്മളപ്പോൾ തിരിച്ചുള്ള കൊണ്ടുള്ള കയറി. ഈ വട്ടം നമ്മുടെ കൂടെ വേറെ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല.
കാടും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ വേണ്ടേ എൻ്റെ കുറേ കണ്ടോ ഗൊണ്ടോള മേളിലോട്ട് കയറി പോന്നേ കാണാം. ഇതാണ് സ്കൈറെക്സ്. ഞങ്ങളിപ്പം ഇതിനകത്ത് ഷോ കഴിഞ്ഞിട്ട് വരിക. ഇതെന്ന് പറഞ്ഞിട്ടേ എന്തെന്ന് പറയാം, ഒരു 6D മൂവി കാണുന്ന പോലത്തെ ഒരു ഫീലാണ്. നമ്മളെ ഡിനോസർ പാർക്കിലൂടെ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഡിനോസർ പാർക്കിലൂടെ ഒരു റൈഡ്, ഒരു 5 മിനിറ്റത്തെ റൈഡേ ഉള്ളൂ. പക്ഷേ മാരക എക്സ്പീരിയൻസ് ആണ്. വന്നാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് കയറണം. പിന്നെ കുറച്ച് ഷേക്കിങ് കാര്യങ്ങളൊക്കെയാണ്, പിള്ളേർക്ക് ചെറുതായിട്ട് പേടിയാവുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് 3D ആർട്ട് മ്യൂസിയമാണ്. ഈ കേബിൾ കാറിന് തൊട്ട് അടുത്ത് തന്നെയുള്ളതാണ്. പക്ഷേ എൻ്റെ ഫോണിനകത്ത് ഒട്ടും ചാർജ് ഇല്ല, അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സ്ലൈഡ് ഷോ പോലെ ഇതിൻ്റെ തൊട്ട് പുറകിനിടാം. ഞങ്ങളത് അത്രയ്ക്ക് ഫോട്ടോജനിക്കൊന്നുമല്ല, എന്നാലും പറ്റിയ പോലെ ക്ലിക്ക് ചെയ്ത കുറച്ച് ഫോട്ടോസ്. അപ്പം ഇന്നത്തെ ഈ ലങ്കാവി കേബിൾ കാറിൻ്റെയും ബാക്കിയുള്ള വിഷ്വൽസും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഏറ്റവും മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കയറാൻ വേണ്ടി ഇരുന്ന ഐറ്റമായിരുന്നു ഈ കേബിൾ കാർ എന്ന് പറയുന്നത്. എന്തായാലും കയറാൻ പറ്റിയതിൽ വളരെ സന്തോഷമായി. ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു 2 ദിവസമായിട്ട് ഇതിനകത്ത് കയറാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എപ്പോൾ വന്നാലും ഇത് ക്ലോസ്ഡ് എന്നാണ് പറയുന്നത്, വെതർ കണ്ടീഷൻ കാരണം ക്ലോസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കയറാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ഗുഡ് ബൈ.